ഹായ് ഓൾ. ഒരു മില്യണയർ ആവാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരു 7 ഹാബിറ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് മില്യണയേഴ്സ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഞാനിവിടെ പറയുന്നത്. അത് നമുക്കത് ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആദ്യമായിട്ട് പറയുന്നത് സ്റ്റേ അവേ ഫ്രം ഡെപ്റ്റ് ആണ്. കടങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. രണ്ടാമത്തെ കാര്യം ഇൻവെസ്റ്റ് ഇയർലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി. നമ്മൾ ജോലി കിട്ടി റിട്ടയർഡായി കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാതെ ആദ്യം തന്നെ ജോലി കിട്ടിയ ആരംഭത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത് മേക്ക് സേവിങ് എ പ്രയോറിറ്റി. അതൊരു പ്രയോറിറ്റി ആയിട്ട് തന്നെ കാണണം സേവിങ്. അതെല്ലാം കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം എന്നുള്ളതല്ല. ആദ്യം ശമ്പളം എന്ത് തന്നെ ആയാലും ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആയാലും സാലറി ആയാലും കിട്ടിയ ആദ്യം തന്നെ നമുക്ക് സേവിങ്ങിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് ശേഷം മാത്രമേ ബാക്കിയുള്ളത് നോക്കാൻ പാടുള്ളൂ. അടുത്തത് നമുക്ക് വരുന്ന ഇൻക്രീസ് യുവർ ഇൻകം. എല്ലാ മാസവും അല്ലെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ ജോലി ചെയ്യുക, ബിസിനസ് ചെയ്യുക. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യമായിട്ടുള്ളത് മാത്രം ചെയ്യുക, ആവശ്യമില്ലാത്ത ധൂർത്ത് ഒഴിവാക്കുക. അടുത്തത് ആറാമത്തെ പോയിന്റ്, നമുക്കൊരു മില്യണയർ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം, ഒരു ഗോൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു മില്യണയർ എന്ന ഒരു സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ സത്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഏഴാമത്തെ അവസാനത്തെ ആയിട്ടുള്ള പോയിന്റ്, വർക്ക് വിത്ത് ഇൻവെസ്റ്റിംഗ് പീപ്പിൾ. ഇൻവെസ്റ്റ് ചെയ്യുന്ന പീപ്പിളിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും അതിനെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും. നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് വളരെ വേഗം സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, അത് ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളത് പ്രാക്ടിക്കലി കൊണ്ടുവരികയും വേണം. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്തായാലും എനിക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. താങ്ക്